തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിക്കായുള്ള തെരച്ചിൽ 31 മണിക്കൂർ പിന്നിടുന്നു. 31 മണിക്കൂർ കഴിഞ്ഞിട്ടും ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സംഭവത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്നു. റെയിൽവേയുടെ അധീനതയിലാണ് സ്ഥലം. നടക്കാനുള്ള കാര്യങ്ങളാണ് വി ശിവൻകുട്ടി മന്ത്രി സൂചിപ്പിച്ചത്. കാരണം പ്രതിപക്ഷ നേതാവ് കാര്യം അറിയാതെയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്, കോർപ്പറേഷനെതിരെയൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും തെരച്ചിൽ ഏകദേശം 31 മണിക്കൂർ പിന്നിടുന്നു. ദൗത്യം ഊർജിതമാക്കി NDRF, ഫയർഫോഴ്സ്, സ്കൂബ സംഘങ്ങൾ ഉണ്ട്. ജോയിക്കായി 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള മാൻഹോളിലൊക്കെ ഇറങ്ങി പരിശോധന നടത്തി. രക്ഷാദൗത്യം അടുത്ത ഓരോ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തടയണ കെട്ടി നിർത്തിയ ശേഷം വെള്ളം ശക്തിയായി ഫ്ലഷ് ചെയ്യുന്ന നടപടിക്രമങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. 6-അംഗ നേവി സംഘം ഏതാനും സമയത്തിനുള്ളിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും. കൂടുതൽ തെരച്ചിലിലേക്ക് കടക്കുകയാണ്. ഓരോ ഘട്ടങ്ങളായി തിരിച്ച് തെരച്ചിലിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നിർഭൻ ചക്രവർത്തിയുണ്ട്. നിർഭൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? മുഖവരെ സൂചിപ്പിച്ചതുപോലെ തെരച്ചിലിന്റെ വിവിധ ഘട്ടങ്ങളാണ്, വിവിധ തരത്തിലുള്ള ശ്രമങ്ങളാണ് രക്ഷാപ്രവർത്തകർ നടത്തുന്നത്. ഇപ്പൊ നേരത്തെ ബിനു തന്നെ സൂചിപ്പിച്ചതുപോലെ ശക്തമായി വെള്ളം നേരത്തെ ബിനു തന്നെ സൂചിപ്പിച്ചതുപോലെ ശക്തമായി വെള്ളം അകത്തേക്ക് ഫ്ലഷ് ചെയ്ത് ഈ പറയുന്ന ഓരോ മാൻഹോളുകൾക്കിടയിലും തടഞ്ഞു നിൽക്കുന്ന മാലിന്യങ്ങൾ പൂർണ്ണമായി പുറത്തേക്ക് കൊണ്ടുവരികയും അതിലൂടെ രക്ഷാപ്രവർത്തകർക്ക് അകത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ പറയുന്ന ഫയർഫോഴ്സിൻ്റെയും മറ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രത്യേക മോട്ടോർ കൊണ്ടുവന്ന് ജനറേറ്റർ കൊണ്ടുവന്ന് വീണ്ടും ശക്തമായി വെള്ളം ഈ പറയുന്ന 5-ാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുള്ള മാൻഹോളാണ്. ഏകദേശം 135 മീറ്ററോളം വരുന്ന പ്രദേശത്ത് ഈ പറഞ്ഞ ടണലിനുള്ളിലേക്ക് ഈ പറയുന്ന ഈ രക്ഷാപ്രവർത്തകരുടെ അകത്തേക്ക് സ്കൂബ ടീം അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ആ ഭാഗം അത്രയും അവർ കടന്നുപോയി പരിശോധന നടത്തി. ആ പരിശോധന നടത്തുമ്പോഴും മാലിന്യം കുമിഞ്ഞുകൂടിയ മാലിന്യത്തിനിടയിൽ അങ്ങനെ ജോയി ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് കാണാൻ കഴിയുന്ന അവസ്ഥയിലല്ല. അതുകൊണ്ടാണ് ഈ മാലിന്യം നീക്കാതെ മുൻപോട്ട് മാറ്റാതെ ഒഴുക്ക് പൂർണ്ണമായി ഫ്ലോ വീണ്ടും തിരിച്ചെടുക്കാതെ ഇത് രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നവർ നിർദ്ദേശം നൽകിയത്. അതാണ് നേരത്തെ റവന്യൂ മന്ത്രി കെ രാജനും പറഞ്ഞത്. അതുകൊണ്ടാണ് വീണ്ടും വെള്ളമകത്തേക്ക് ഫ്ലഷ് ചെയ്ത് ഓരോ പ്രദേശത്തെയും മാലിന്യം പുറത്തേക്ക് ഇളക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നത്. ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ 5-ാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുള്ള റെയിൽവേ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുള്ള മാൻഹോളിൻ്റെ മുന്നിലാണ് ഇപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലതവണ ഉദ്യോഗസ്ഥർ ശ്രമിച്ചു. ഈ പറയുന്ന വെള്ളം ശക്തിയായി അകത്തേക്ക് ഫ്ലഷ് ചെയ്യുന്നതിനൊപ്പം തന്നെ കമ്പുകൊണ്ടൊക്കെ തന്നെ മാലിന്യം കുത്തി ഈ ചപ്പുചവറുകൾ കുത്തി പുറത്തേക്ക് ഇടാനുള്ള ശ്രമം കൂടി അവർ നടത്തുന്നുണ്ട്. ഉദ്യോഗസ്ഥർ വിവിധ തരത്തിലുള്ള കൂടിയാലോചന നടത്തുന്നുണ്ട്. ഈ നിമിഷം കാണാൻ കഴിയും. ആദ്യഘട്ടത്തിൽ അവരിറങ്ങി പരിശോധന നടത്തി. ഇപ്പോൾ ആ സംഘം ഈ പറഞ്ഞ വെള്ളം ശക്തമായി ഫ്ലഷ് ചെയ്യുന്നതിനുള്ള സംഘവും ഒപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ സംഘവും സ്കൂബ ടീമിൻ്റെ സംഘവും കൂടി വീണ്ടും ഇപ്പോൾ ചർച്ച നടത്തുകയാണ്. ഇപ്പോൾ അതിനനുസരിച്ചുള്ള ഈ നേരത്തെ നടത്തിയ ശ്രമത്തിൻ്റെ ഫലമുണ്ടായിട്ടുണ്ടോ, ഇനി അടുത്ത് എന്താണ് പുതിയ മാർഗം തേടേണ്ടത് എന്ന തരത്തിലുള്ള ആലോചനയ്ക്ക് വേണ്ടിയാണ് സ്കൂബ സംഘം അവിടെ ഈ രക്ഷാപ്രവർത്തകർക്ക് നേതൃത്വം നൽകിയിട്ടുള്ള സ്കൂബ സംഘമുണ്ട്. ഒപ്പം തന്നെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ നേരത്തെ ഫ്ലഷിങ്ങിന് നേതൃത്വം നൽകിയിരുന്നു. ഇവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരും സ്കൂബ ടീമിൻ്റെ അംഗങ്ങളുമായി വീണ്ടും ഇപ്പോൾ ഈ ഫ്ലഷിങ് സംബന്ധിച്ച പുരോഗതി സംബന്ധിച്ചുള്ള പരസ്പരം കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ അകത്തേക്ക് ഇറങ്ങിയ സ്കൂബ ടീമിൻ്റെ അംഗങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്ന് ഇവരുമായി ആശയവിനിമയം നടത്തുന്നത്. ഓരോ തരത്തിലുള്ള പദ്ധതികളാണ് ആലോചിക്കുന്നത്. അകത്ത് വെള്ളത്തിനടിയിലേക്ക് ഈ പറഞ്ഞ ടണലിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ അതിനകത്തുള്ള അവസ്ഥ സ്കൂബ ടീമിൻ്റെ അംഗങ്ങൾക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അവരാണ് ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ ശക്തമായ വെള്ളം ഫ്ലഷ് ചെയ്തതിന് ശേഷം അകത്തേക്ക് ഇറങ്ങിയ സ്കൂബ ടീമിൻ്റെ അംഗങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്ന് പുറത്തുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി സംബന്ധിച്ച് ആശയവിനിമയം നടത്തുന്നത്. പലതരത്തിലുള്ള വഴികളാണ് ബിനു ശ്രമിക്കുന്നത്. അതിലൊരു വഴിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വഴിയുടെ ഭാഗമായി ഏത് അർത്ഥത്തിലുള്ള പുരോഗതിയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്ന തരത്തിലാണ് സ്കൂബ ടീമിൻ്റെ അംഗങ്ങൾ പലതവണ ഈ പറയുന്ന ഈ ടണലിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇറങ്ങിയിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന 5-ാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുള്ള പ്രദേശത്ത് ഇപ്പോൾ ഇറങ്ങി അകത്തേക്കാണ് പ്രവേശിക്കുന്നത്. ഇപ്പോൾ സ്കൂബ ടീമിൻ്റെ അംഗങ്ങൾ ഇവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം അകത്ത് പോയ ശേഷം വന്നാൽ ഇത് ഹൈ പ്രഷറിൽ ഇപ്പോൾ ഈ പ്രഷറിൽ വെള്ളം അകത്തേക്ക് തള്ളിയാൽ അത്രയും മാലിന്യങ്ങൾ മുമ്പോട്ട് പോകണമെന്നില്ല, പുറത്തേക്ക് വരണമെന്നില്ല. അതുകൊണ്ട് ഈ വെള്ളം ശക്തിയായി ഈ പറയുന്ന മാലിന്യങ്ങൾ പുറത്തേക്ക് തള്ളുന്ന തരത്തിൽ ഹൈ പ്രഷറിൽ വെള്ളം ഫ്ലഷിങ് നടത്തണം. എന്നാൽ മാത്രമേ ഇതുകൊണ്ട്
പ്രയോജനമുണ്ടാവുള്ളൂ. അതിനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ കൂടി വേണ്ടിവരും. ഇപ്പോൾ തന്നെ ഫയർഫോഴ്സിൻ്റെ ഒരു ജനറേറ്ററും ഒപ്പം ഇവിടെ തന്നെ സജ്ജീകരിച്ചിട്ടുള്ള ദുരന്ത നിവാരണ വിഭാഗവും സജ്ജീകരിച്ചിട്ടുള്ള 2 ജനറേറ്ററുകളാണ് ഇവിടെ കൊണ്ടുവന്നത്. 2 ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായി വെള്ളമകത്തേക്ക് ഫ്ലഷിങ് ചെയ്യാനുള്ള ശ്രമം നടത്തി. പക്ഷേ ആ മൂവ്മെൻറ്റ് കൊണ്ട്, ആ ശക്തി കൊണ്ട് അത്തരത്തിൽ മാലിന്യത്തിൻ്റെ ഒഴുക്ക് അവിടെ നിന്ന് ഇളകി മാറുന്ന അവസ്ഥ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് സ്കൂബ ടീമിൻ്റെ അംഗങ്ങൾ ഈ പറയുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി ഒപ്പം തന്നെ പുറത്ത് ഇതിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയാണ്. വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് വിവിധ പദ്ധതികൾ നോക്കുന്നുണ്ട് ബിനു. വലിയ ടാങ്ക് കൊണ്ടുവച്ച് അവിടെ നിന്ന് വെള്ളം ശക്തമായി അകത്തേക്ക് ശക്തമായി ഫ്ലഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുത്ത് ഒഴുക്കിൽ അവിടെ നിന്ന് അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ ലെയറായി ഇളകി പുറത്തേക്ക് വന്നാൽ മാത്രമേ അവർക്ക് രക്ഷാപ്രവർത്തകർക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. നേരത്തെ ബിനു ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെയും അതാണ്, സമയം രാത്രിയോടുകൂടി അടുക്കുകയാണ്. ടണലിനകത്തേക്ക് പൂർണ്ണമായി ഇരുട്ടാണ്. ആ ഇരുട്ടിന് ഉള്ളിലേക്കാണ് ഈ സ്കൂബ സംഘം പലതവണ ഇറങ്ങിയത്. ഇനി കാലാവസ്ഥ പുറത്ത് മഴയില്ലാത്തൊരവസ്ഥയുണ്ടെങ്കിലും ഈ ഇരുട്ടിലേക്ക് പോവുകയാണ് എങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പ്രശ്നം കൂടി ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ഉദ്യോഗസ്ഥർ ഈ നിമിഷം ആശയവിനിമയം നടത്തുന്നത് കാണാം. ഇപ്പോൾ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ആശയവിനിമയമാണ് ഈ നിമിഷം ബിനു കാണുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായും ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇളക്കിയെടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ. ഈ കവറുകളും ബാക്കി വേസ്റ്റും ചേർന്നിട്ട് ഒരു ബെഡ് ഫോം ആയിട്ടുണ്ട്. അത് തമ്മിൽ സ്ട്രോങ് ഒരു ബോണ്ടിങ് ആണ്. നമ്മൾ ഓരോ പീസായിട്ട് വലിച്ചിട്ട് പോലും അത് ഇളകി വരാത്തൊരവസ്ഥയിലാണ് അത് നിൽക്കുന്നത്. അത് ഇനി ചെയ്യണമെങ്കിൽ അത് ഓരോ പീസായിട്ട് എങ്ങനെയെങ്കിലും ഇളക്കി മാറ്റുന്നതിനുള്ളൊരു ഓപ്ഷൻ നോക്കിയാലേ പറ്റുള്ളൂ. ഇത് പെട്ടെന്നൊന്നും നടക്കുന്ന ഒരു സംവിധാനമല്ല. കാര്യം നമ്മളൊരു ചെറിയൊരു പീസ് വലിച്ചെടുക്കാൻ വേണ്ടി നോക്കിയിട്ട് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു കവർ പോലും ഇളകി വരുന്ന കണ്ടീഷനിലല്ല. വേസ്റ്റ് ഫുള്ള് ബ്ലോക്ക്. ഇത് സോളിഡ് ബ്ലോക്കാണ്. 1.5 മീറ്ററോളം ഹൈറ്റുള്ള ഒരു ബ്ലോക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് വലിച്ചിട്ടൊന്നും വരാത്തത്. അതിനോടൊരു ചെളിയൂടെ ചേർന്നിട്ട് അത് വെള്ളം പോലും സെറ്റായ അവസ്ഥയിലാണ്. നമ്മൾ വെള്ളം അടിച്ചിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, വെള്ളം അതിനകത്തോട്ട് കയറുന്നില്ല. ഈ ബ്രാഞ്ചിന്റെ ഫുൾ പവറിൽ അടിച്ചിട്ട് പോലും അത് ഉള്ളിലോട്ട് കയറുന്നില്ല. ഈ പ്രക്രിയ കൊണ്ട് വെള്ളം അടിച്ച് അതിനെ ഇളക്കി പിരിച്ചുവിടാന്നുള്ളത് നീണ്ടുപോകും. ഇതിപ്പോ നിങ്ങൾ കണ്ടു കാണുമല്ലോ, കുറേച്ചേ വരുന്നുള്ളൂ കവർ, അങ്ങനെ വരുന്നുള്ളൂ. നമ്മൾ ഇത്രയും പ്രഷറിൽ അടിച്ചിട്ടും ഇത്ര വരുന്നുള്ളൂ. ഇപ്പൊ ബാക്ക് വാഷ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ബാക്ക് വാഷ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നുണ്ട്. അതൊരു ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒരു ബൾക്ക് എമൗണ്ട് കെട്ടി നിർത്തിയിട്ട് ഒരുമിച്ച് അത്രയും ലിറ്റർ വെള്ളം ഒരുമിച്ച് അതിനെ തുറന്നു വിടും. അപ്പൊ ഇത് പ്രഷർ അത്രയും ഹെവി ഏരിയയിലുള്ള വെള്ളം എന്ത് ചെയ്യും, ഒരുമിച്ച് വരും. ചിലപ്പോൾ ഇളകി വരാം. കാര്യം ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞില്ല. അപ്പോൾ ബോഡിക്ക് ഒരു ചെറിയൊരു മൂവിങ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് തള്ളിക്കൊണ്ട് വരാനുള്ള സാധ്യത ഇല്ലാതില്ല. ഇത് അടിയിൽ തടിങ്ങി നിൽക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന്റെ കൂടെ എന്ത് ചെയ്യാം, അതിങ്ങ് പോരാ. ഓരോ ഇതായിട്ട് പരീക്ഷിച്ച് പറ്റും. ഇതിനകത്തോട്ട് കയറിയാൽ അതിന്റെ ഭീകരത മനസ്സിലാവും. നമ്മൾ ഈ വെളിയിൽ നിന്ന് കാണുന്നതല്ല. ഇപ്പൊ വെള്ളം അടിക്കുന്നതല്ല, അവര് വെള്ളം അവിടെ കെട്ടി നിർത്തുന്ന പരിപാടി നടക്കുന്നുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ അത് ഇവിടെ എത്തും എന്നുള്ളതാണ് പറയുന്നത്. വെള്ളം ഫ്ലഷിംഗ് കൊണ്ട് ഇപ്പം പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ രീതി മാറ്റിയിട്ട് അടുത്തൊരു രീതിയാണ് നമുക്ക് ബാക്ക് വാഷ് തടയണായിട്ട് വെള്ളം നിർത്തിയിട്ട് അതിനെ ഫുള്ളായിട്ട് തുറന്നു വിടുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അവസാനിപ്പിച്ചിട്ടില്ല. അല്ല, അത് അവസാനിപ്പിച്ചില്ല. നമ്മളിപ്പോ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് മാറി അവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്താലോ എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ സാറുമായിട്ട് അവിടെ നിന്ന് സാറുമായിട്ട് ആലോചിക്കുകയാണ്. നമ്മൾ ആലോചിച്ചതിന് ശേഷം അത് അപ്പർ സൈഡാണ് ആ സാറുമായിട്ട് സാർ ഇപ്പോൾ ഒരു മീറ്റിംഗിലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇത് തന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്യും. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. തീർച്ചയായും ഇനിയിപ്പോൾ അവിടെ നിന്ന് തിരിച്ച് വെള്ളം പമ്പ് ചെയ്യാനുള്ള ഒരു നടപടിക്രമങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതായിട്ടാണ് ഉദ്യോഗസ്ഥർ. ബിനു, തീർച്ചയായും ഇപ്പോൾ സ്കൂബ ടീമിൻ്റെ അംഗങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ ശക്തമായി വെള്ളം ഫ്ലഷ് ചെയ്യുമ്പോൾ അകത്തുണ്ടാകുന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ചത്. അവരിപ്പോൾ നിലവിലുള്ള അവസ്ഥയെ സംബന്ധിച്ചാണ് അവർ വ്യക്തമാക്കിയത്. അവർ പറയുന്നത് നിലവിൽ ഇവർക്ക് ഈ പറഞ്ഞ പദ്ധതി കൊണ്ട് വലിയ പ്രയോജനം, കാരണം വെള്ളം
ഈ ഫ്ലഷ് ചെയ്യുന്നത് കൊണ്ട് വലിയ ലെയറായി അട്ടിയായി ഈ പറയുന്ന മാലിന്യം പൂർണ്ണമായി നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് മാറ്റാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ അടുത്ത് അവർ രണ്ടാമതായി ആലോചിക്കുന്ന പരിപാടി പദ്ധതി എന്ന് പറയുന്നത് ഈ തടയണ കെട്ടി അണ പോലെ കെട്ടി വെള്ളം നിർത്തിയ ശേഷം പെട്ടെന്ന് വെള്ളം തുറന്നു വിട്ട് ശക്തമായ ഒഴുക്കിൽ ഏതെങ്കിലും തരത്തിലെ ചലനം ഈ പറയുന്ന ചപ്പുചവറുകൾ മാറുകയും മാലിന്യം മാറുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകുമെന്നുള്ള അടുത്തൊരു പരീക്ഷണത്തിലേക്ക് പോവുകയാണ്.